കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരം വിജയിച്ച് സന്തോഷം പങ്കിടുന്ന ഈ വേളയിൽ ചരിത്രത്തിൽ എഴുതി വയ്ക്കുന്ന ചില സുന്ദര മുഹൂർത്തങ്ങളുണ്ട്. വിദേശത്ത് സെക്യൂർഡായ ജോലി ഉണ്ടായിരുന്നിട്ടും അതെല്ലാം കളഞ്ഞ് കംഫർട്ട് സോൺ ഭേദിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇങ്ങനൊരു സമരത്തിന് തുടക്കം കുറിച്ച അഭിജിത്ത് ദീപ് കെ. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തൻ്റെ ജീവൻ വരെ പണയം വെച്ച് നിരാഹാരമിരുന്ന സോനം വാങ്ചുക്. ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് യാദവ് പാർലമെന്റിന് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. യു പി മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് പ്രൊട്ടസ്റ്റിന് വന്ന വിദ്യാർത്ഥികളെ, കുട്ടികളെ മാതൃസ്നേഹത്തോടെ പരിപാലിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ നമ്മൾ എന്നും ഓർത്തുവെക്കും. ഈ രാജ്യത്തിന്റെ ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തി വയ്ക്കുക തന്നെ ചെയ്യും. ആക്ടർ പ്രകാശ് രാജ് തൻ്റെ സുഖജീവിതം വെടിഞ്ഞ് രാത്രിയാമങ്ങളിൽ സമരപന്തലിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതും ചരിത്രം രേഖപ്പെടുത്തും. ജന്തർ മന്ദറിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ജുനീദ് ഖാനെ പോലുള്ള സുമനസ്സുകൾ ഭക്ഷണവും വെള്ളവും നൽകി എങ്ങനെയാണ് സഹായിച്ചതെന്നുള്ളത് എന്നും ചരിത്രം ഓർക്കും. പോലീസ് നരനായാട്ട് അരങ്ങേറുമ്പോൾ, തലങ്ങും വിലങ്ങും ലാത്തി വീശുമ്പോൾ, സമരക്കാർ ചിതറി ഓടുമ്പോൾ നമ്മുടെ പഞ്ചാബി സുഹൃത്തുക്കൾ തങ്ങളുടെ സിഖ് ഗുരുദ്വാർ തുറന്നു നൽകിയത്, ഭക്ഷണവും വെള്ളവും നൽകി സ്വീകരിച്ചത്, വിശ്രമിക്കാൻ സൗകര്യമൊരുക്കിയത് എല്ലാം ഈ ജനത ഒരിക്കലും വിസ്മരിക്കുകയില്ല. ഈ രാജ്യത്തിൻ്റെ യുവത, ജെൻസി തങ്ങളുടെ സകലതും വെടിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ബുദ്ധി പണയം വയ്ക്കാത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ഭരണഘടന അനുശ്വാസിക്കുന്ന നമ്മുടെ മൗലികാവകാശമായ നല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടി ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ, മർദ്ദനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ചോര ചിന്തിയിട്ടുണ്ടെങ്കിൽ കാലം പകരം ചോദിക്കുക തന്നെ ചെയ്യും. ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.